നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. RSS ജനറൽ സെക്രട്ടറി ദത്തേത്രേയ ഹസബല്ലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് ADGP MR അജിത് കുമാർ. സന്ദർശനം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നും വിമർശനം. കൂടിക്കാഴ്ച സത്യമെങ്കിൽ അതീവ ഗൗരവതരമെന്ന് CPI. സന്ദർശനം ഗൂഢാലോചനയുടെ തുടക്കമെന്ന് K മുരളീധരൻ. ADGP MR അജിത് കുമാറും RSSന്റെ ദേശീയ നേതാവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ശക്തമായ വിയോജിപ്പുമായി CPI. കൂടിക്കാഴ്ച നടന്നെങ്കിൽ അത് ഗൗരവതരമെന്ന് തൃശൂരിലെ CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. കൂടിക്കാഴ്ച ഇടത് ചെലവിൽ വേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. അതേസമയം ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് പ്രതിപക്ഷ നേതാവ് VD സതീശനു വേണ്ടിയാണെന്ന് PV അൻവർ MLA പറഞ്ഞു. CPM-ൽ നടക്കുന്ന കൊട്ടാര വിപ്ലവം കള്ളക്കടത്ത് പങ്കുവയ്ക്കുന്നതിലെ തർക്കമെന്ന് K സുരേന്ദ്രൻ. കൂടിക്കാഴ്ച നടന്നാൽ CPM-ന് എന്ത് ഉത്തരവാദിത്തമെന്ന ചോദ്യമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചത്. P ശശിക്കും ADGP അജിത് കുമാറിനുമെതിരെ PV അൻവർ ഉന്നയിച്ച പരാതികളിൽ പാർട്ടി അന്വേഷിക്കേണ്ടതില്ലെന്ന് CPM. പാർലമെന്ററി പാർട്ടി അംഗമായ അൻവർ പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചത് ശരിയായില്ലെന്നും MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയാൽ ഒരു ചുക്കും നടക്കില്ലെന്ന് PV അൻവർ. അന്വേഷണ സംഘം ഇന്ന് PV അൻവർ MLA-യുടെ മൊഴിയെടുക്കും. പരമാവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകുമെന്ന് അൻവർ. സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകി. ഡ്രൈഡേ പൂർണ്ണമായും ഒഴിവാക്കില്ല. ഉപാധികളോടെ ഡ്രൈഡേയിൽ ഇളവ് നൽകും. ടൂറിസം ഡെസ്റ്റിനേഷൻ സെന്ററുകൾ, അന്തർദേശീയ സമ്മേളന വേദികളിൽ ഡ്രൈഡേയിൽ ഇളവ് അനുവദിക്കും. IT പാർലറുകളിൽ മദ്യശാലകൾ തുടങ്ങും. മദ്യനയ അഴിമതി വഴി ലഭിച്ച പണം ആം ആദ്മി പാർട്ടി ഗോവയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിച്ചെന്ന് CBI. 2022 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച 2 പേർ പ്രചരണവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ വൻ വാഹനാപകടം. ബസ്സും മിനി ട്രക്കും കൂട്ടിയിടിച്ച് 12 പേർക്ക് ദാരുണാന്ത്യം. സംഭവത്തിൽ 16 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരിൽ 4 കുട്ടികളും 4 സ്ത്രീകളും 4 പുരുഷന്മാരും. അപകടമുണ്ടായത് ആഗ്ര അലിഗഡ് ദേശീയപാതയിൽ. ഇന്തോനേഷ്യയിൽ സന്ദർശനം നടത്തുന്നതിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വധിക്കാൻ പദ്ധതിയിട്ട സംഭവത്തിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാർപ്പാപ്പ 3 ദിവസത്തെ ഇന്തോനേഷ്യ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ പാപ്പുവ ന്യൂഗിനിയിൽ എത്തിയിട്ടുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് ജക്കാർത്തയ്ക്ക് സമീപമുള്ള ബൊഗേർ, ബൊക്കാസി എന്നിവിടങ്ങളിൽ നിന്നാണ് 7 പേരെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് പരസ്പരം അറിയാമോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യയും ബ്രിട്ടനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടനടി നിലവിൽ വരുമെന്ന് ഇന്ത്യയുടെ നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. ഇരു രാജ്യങ്ങളുമായി 4 ലക്ഷം കോടി രൂപയുടെ കരാർ നിലവിൽ വരും. പദ്ധതി നടപ്പിലായാൽ ചരക്ക് സേവന മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് ദൃശ്യമാകും. ലേബർ സർക്കാർ റദ്ദു ചെയ്ത റുവാണ്ട പദ്ധതി ഏറ്റെടുത്ത് ജർമ്മനി. ബ്രിട്ടനിലെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് മാറ്റുവാൻ ഋഷി സുനകിന്റെ 3000 കോടി രൂപയുടെ പദ്ധതിയാണ് ജർമ്മനി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. പാതിവഴിയിൽ നിന്ന് പോയ ബ്രിട്ടന്റെ റുവാണ്ടൻ പദ്ധതി യൂറോപ്യൻ യൂണിയൻ ഏറ്റെടുക്കണമെന്നും ജർമ്മനി. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബൽ സ്റ്റാറിനെതിരെ അദാനി ട്രിവാൻഡ്രം റോയൽസിന് 5 വിക്കറ്റ് ജയം. കാലിക്കറ്റ് മുന്നോട്ട് വെച്ച 144 റൺസ് വിജയലക്ഷ്യം ട്രിവാൻഡ്രം റോയൽസ് മറികടന്നത് 18 പോയിന്റ് ഓവറിൽ. വിജയശില്പി ക്യാപ്റ്റൻ അബ്ദുൽ ബാസിദ്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.